അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആദ്യമായിട്ട് വടകരയിൽ ചെന്നപ്പോഴും TP കേസിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. വടകരയുടെ ടീച്ചറമ്മ ആരാണ് എന്നുള്ളത് അവിടുത്തെ ജനതയുടെ ഒരു വികാരമാണ് അവിടെ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും പിന്നെ ബഹുമാനരായ LDFൻ്റെ നേതാക്കന്മാരും പറഞ്ഞത് അത് പഴയ കേസാണ്, ഇനി വടകരയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അതിനിനി വടകരയിൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാവുന്നത് എന്നുള്ളത് ഇന്നലെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ കോടതി വിധി കൃത്യമായി പറയുന്നുണ്ട്. വിചാരണ കോടതി തന്നെ 20 വർഷത്തേക്ക് ഇവർക്കൊരു റിമിഷനും കൊടുക്കരുത് എന്ന് ഒബ്സർവ് ചെയ്തതിൻ്റെ കാരണം അവർക്കത് വിധിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ വിചാരണ കോടതി ഒബ്സർവ് ചെയ്ത കാര്യം കൂടെ എടുത്തു പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ 155-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു 20 വർഷം ഇവർക്ക് ഒരു റിമിഷനും കൊടുക്കരുത്, ഒരു ശിക്ഷാ ഇളവും ഇവർക്ക് കൊടുക്കരുത്. എന്നിട്ടും സൂപ്രണ്ട് ശിക്ഷാ ഇളവിനുള്ള പട്ടികയിലേക്ക് ഇവരുടെ പേരെടുത്ത് വെക്കുമ്പോൾ സൂപ്രണ്ടിൻ്റെ അളിയനും മച്ചാനും ഒന്നും അല്ലല്ലോ. സൂപ്രണ്ടും അവരും തമ്മിൽ ഇങ്ങനെ സ്നേഹം കാണിക്കാൻ പിന്നെ മാതൃകാ പ്രവൃത്തി നടത്തിയ മഹാന്മാരും അല്ല, ക്രൂരമായൊരു കൊലപാതകം നടത്തിയ ആളുകളാണ്. അവരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പാർട്ടി ഡയറക്ഷനാണ്, ഗവൺമെൻറ് ഡയറക്ഷനാണ്. ആഭ്യന്തര വകുപ്പ് അറിയാതെ നടക്കില്ല. കാരണം എന്താ, അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക് കിട്ടണം. അവരെ സന്തോഷിപ്പിക്കുകയോ കുറഞ്ഞ പക്ഷം സമാധാനിപ്പിക്കുകയെങ്കിലും വേണം. അതല്ലെങ്കിൽ ഇപ്പം പ്രതി ചേർക്കപ്പെട്ടവരിലും അധികം അപ്പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള ഭയമാണ് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക്. 10 പേർക്ക് ഒരുമിച്ച് എന്തിനാ പരോൾ കൊടുക്കുന്നത്? 10 പേർക്ക് ഒരുമിച്ച് വയറുവേദന വന്നോ? 10 പേരുടെ വീട്ടിൽ ഒരുമിച്ച് മെഡിക്കൽ എമർജൻസി വന്നോ? കല്യാണം വന്നോ? 10 പ്രതികൾക്ക് ഒരുമിച്ച് കൊടുക്കുക. എന്നിട്ട് അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി ഡാൻസാണ്, പാട്ടാണ്, ഫോട്ടോ ആണ്, വീഡിയോ ആണ്. TP കൊലക്കേസിലെ പ്രതികളെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്നു, പാർട്ടി ഓൺ ചെയ്യുന്നു. തിരുത്തലുകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നുമല്ല. ഇപ്പോൾ ഇതാ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിക്ക് വീടില്ലാതെ ഇത്രയും കാലം മാറി നടക്കേണ്ടി വരുന്ന അവസ്ഥക്ക് മാറ്റം വരുത്തുന്നതല്ല അവരുദ്ദേശിക്കുന്ന തിരുത്തലുകൾ വരുത്തുന്നത്. ഇപ്പോൾ ശിക്ഷാ ഇളവിൽ പിന്നെ ശിക്ഷയിലാണ് തിരുത്തൽ വരുത്താൻ ശ്രമിക്കുന്നത്. ജനം ആഗ്രഹിച്ച ശിക്ഷയാണ്, നിയമം അനുവദിക്കുന്ന ശിക്ഷയാണ് ബഹുമാനപ്പെട്ട കോടതി കൊടുത്തത്. അതിൽ തിരുത്താൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് CPMൻ്റെ സാധാരണ പ്രവർത്തകൻ പോലും അംഗീകരിക്കില്ല. വോട്ട് ചോദിക്കാനും കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ന്യായീകരണം പറയാനും വേണ്ടി വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ അംഗീകരിക്കുന്ന തിരുത്തലല്ല. അപ്പോൾ ഇനി ഈ നേതൃത്വം തിരുത്തിയാൽ പാർട്ടി രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം അവർക്ക് പാടെ നഷ്ടപ്പെടുകയാണ്. ഇനി തിരുത്തേണ്ടത് നേതൃത്വത്തിലാണ് എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുക. ഇതിന് നേതൃത്വം നൽകുന്നവരെ മാറ്റലായിരിക്കും ഇനി അവർക്ക് വേണ്ടി വരുന്ന തിരുത്തൽ. അത് പറയേണ്ടത് അവരാണ്. സാധാരണ CPM പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പല സെക്രട്ടേറിയറ്റിലും പല മീറ്റിങ്ങുകളിലും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയല്ലോ. അവർ കുറച്ചും കൂടെ ധൈര്യത്തോടെ ഇനി പറയുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ട്രെയിനുകൾ കുറവായതുകൊണ്ട് മലബാർ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഛർദിക വടകരയിൽ ജയിച്ചു, പാലക്കാട് നിന്ന് പോകാൻ ആകെ പകൽ സമയങ്ങളിൽ 4 ട്രെയിൻ മാത്രമേ പാലക്കാട് ഇറക്കുള്ളൂ. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും? അല്ല, ഉറപ്പായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ റെയിൽവേ ഇഷ്യൂസ് അധികം പറയേണ്ടത് കേന്ദ്രത്തിൻ്റെ മുന്നിൽ തന്നെയാണല്ലോ. എനിക്ക് നിരവധി ഇപ്പം കോഴിക്കോട് കഴിഞ്ഞ ദിവസം പിന്നെ വൈകുന്നേരത്തിൻ്റെ പിന്നെ ട്രെയിനിലൊക്കെ കയറാനുള്ള ആളുകളുടെ തിക്കും തിരക്കും കയറി പോകാൻ പറ്റാത്ത സാഹചര്യം. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടായ പ്രയാസം ഇതൊക്കെ നമ്മൾ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഈ മേഖലയുടെ മലബാറിൻ്റെ റെയിൽവേ ആവശ്യങ്ങൾ ഒരു മുഖ്യ പ്രയോറിറ്റി ആയിരിക്കും, ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരിക്കും. നമുക്ക് ഈ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് വരെ ഇല്ല ഈ റൂട്ടിൽ. അപ്പോൾ അതൊരു വലിയ നെസസിറ്റിയാണ്. അപ്പം അതിനുവേണ്ടി തീർച്ചയായിട്ടും സഹപ്രവർത്തകരും മറ്റ് പ്രിയപ്പെട്ട സീനിയേഴ്സ് ആയിട്ടുള്ള MP മാരും അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും അതൊരു ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കും. റെയിൽവേ വികസനം, കൂടുതൽ ട്രെയിനുകളും അനുവദിക്കേണ്ട കാര്യത്തിൽ നിർബന്ധമായും ഇടപെടലുകൾ ഉണ്ടാവും.